കാതൽ പ്രാതൽ വിദ്യാർത്ഥികൾക്കുള്ള പ്രഭാത ഭക്ഷണം, പെൺകുട്ടികൾക്ക് പ്രതിരോധത്തിന് കരാട്ടെ, ഹൈടെക് ടോയ്ലറ്റ് എന്നീ മുണ്ടക്കയം പഞ്ചായത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം മുരിക്കുംവയൽ ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പൂഞ്ഞാറമ്മൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. എന്ന പേരിൽ കുട്ടികൾക്ക് പ്രഭാത ഭക്ഷണം, നമുക്കറിയാം ഈ ഗവൺമെന്റ് സംസ്ഥാനത്തെ മുഴുവൻ സ്കൂൾ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം യൂണിഫോം കൊടുക്കുന്നുണ്ട്, പുസ്തകം കൊടുക്കുന്നുണ്ട്, ഫീസ് വാങ്ങിക്കുന്നുമില്ല. അപ്പൊ വിദ്യാഭ്യാസ മേഖലയോട് അത്രയും വലിയ കരുതലോടെ ഒരു ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അതോടുകൂടി ചേർന്ന് നിന്ന് അതിനെ കൂടുതൽ മികവുറ്റതാക്കുകയാണ് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത്. അതോടൊപ്പം പഞ്ചായത്ത് ചെയ്തിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ പഞ്ചായത്തിനെ ബാല സൗഹൃദ പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി മാത്രം 25 ലക്ഷം രൂപ വകയിരുത്തിയിരിക്കുകയാണ്. ഇവിടെ നടപ്പിലാക്കിയ ഈ 3 പദ്ധതികളുണ്ടല്ലോ, ഇത് ഈ സ്കൂളിൽ മാത്രമല്ല, ഈ മുരിക്കുംവയൽ ഗവൺമെന്റ് LP സ്കൂളിൽ മാത്രമല്ല, ഈ പഞ്ചായത്തിലെ എല്ലാ സ്കൂളുകളിലും അതിന്റെ പഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് മുരിക്കുംവയൽ സ്കൂളിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഗ്രാമപഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് 5 ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ ഉച്ചഭക്ഷണം കൂടാതെ പ്രഭാത ഭക്ഷണവും ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാറുന്ന സാമൂഹിക സാഹചര്യത്തിൽ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായി ജീവിതം കൊണ്ടുപോകുവാൻ സ്വയം പ്രതിരോധത്തിനായി കരാട്ടെ പരിശീലനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശുചിത്വ തലമുറയെ വാർത്തെടുക്കുവാൻ ആധുനിക ശുചിമുറി സമുച്ചയവും നിർമ്മിച്ചു. പഞ്ചായത്തിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഷീലമ്മ ഡൊമിനിക്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CV അനിൽകുമാർ, സുലോചന സുരേഷ്, ഷിജി ഷാജി, KN സോമരാജൻ, വിവിധ സ്കൂളുകളിലെ പ്രഥമ അധ്യാപകരായ രാജമ്മ ശശികുമാർ, സുജ ജോസഫ്, സിന്ധു ശശികുമാർ, PTA പ്രസിഡന്റ് സജി തുടങ്ങിയവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.